അപ്പോൾ എല്ലാവർക്കും റൈസ് ഓൺ KTUയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ആദ്യത്തെ മോഡ്യൂൾ, ഇലക്ട്രിക്കലിന്റെ ആദ്യത്തെ മോഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കണ്ടൻസ് എന്ന് നോക്കാം. നമ്മുടെ കണ്ടൻസ് ഒന്നാമത് നമ്മൾ ഡിസ്കസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, റിലേഷൻ ബിറ്റ്വീൻ ചാർജ് ആൻഡ് കറന്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ നോക്കും. What is the difference between electric potential and potential difference in നോക്കും. We will compare the EMF and potential difference. What is the term resistance, laws of resistance and Ohm's law. ഇത്രയാണ് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞു പ്രീ റിക്വസൈറ്റിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് മാത്തമാറ്റിക്സും ഒന്ന് ഫിസിക്സും ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ഫിസിക്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് വാട്ട് ഇസ് മീൻ ബൈ ആൻ ആറ്റം, വാട്ട് ഇസ് ദ കറന്റ്, കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാറ്റർ. നിങ്ങൾക്കറിയാം മോഡേൺ തിയറി, നീൽസ് ബോറും റൂദർഫോർഡും കൂടെ ചേർന്ന് ഒരുക്കിയ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഒരു ആറ്റത്തിൽ there will be three fundamental particles. One is called a proton, other is called a neutron, and the other is called a electron. Proton is defined as a positively charged and electron is defined as a negatively charged. Neutron charge illa, neutron not charged ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. So there will be a nucleus. ന്യൂക്ലിയസിന്റെ നടുക്ക് എന്തുണ്ടാവും? ന്യൂക്ലിയസിന്റെ നടുക്കാണ് നമ്മുടെ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. അപ്പൊ നടുക്ക് എന്താ ഉണ്ടാവും? ന്യൂക്ലിയസിലെ പ്രോട്ടോൺസ് ഉണ്ടാവും, എന്തുണ്ടാവും? ന്യൂട്രോൺസും ഉണ്ടാവും. ഇതില് പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. ഇതിന്റെ ചുറ്റും നമ്മുടെ സണ്ണിന് ചുറ്റും എങ്ങനെയാണോ പ്ലാനറ്റ്സ് കറങ്ങുന്നത് അതുപോലെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് കറങ്ങുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്. ഇതാണ് നീൽസ് ബോർ റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ പറയുന്നത്. So electrons are arranged in different orbits. Nucleus exert a force of attraction in the revolving electrons and hold them together. അപ്പോൾ ചുറ്റും കറങ്ങുന്ന ഈ ഇലക്ട്രോൺസിനെ നടുക്കിലേക്ക് വലിക്കുന്നത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് നമ്മൾ എർത്തിന്റെ അകത്തേക്ക് നമ്മളെ വലിക്കുന്നത് പോലെ നമ്മുടെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നു. All these different orbits are called as shells and possess certain energy. അപ്പോൾ ഓരോ ലെവൽ ഓഫ് എനർജി ആണ്, അതിന് നമ്മൾ എനർജി ഷെൽസ് അല്ലെങ്കിൽ ക്വാണ്ട എന്ന് പറയും. ഓക്കെ, an electric effort required to drift the free electrons, an electric effort is required to drift the free electrons. So an electric effort ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. In one particular direction, in a conductor is called the electromotive force. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അതിന് വേണ്ടി ഒരു ഇലക്ട്രിക് എഫോർട്ട് വേണ്ടി, അതിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇല്ലെങ്കിൽ സിംപ്ലി EMF എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. അത് നമ്മൾ ഇനി അങ്ങോട്ട് പലയിടത്ത് യൂസ് ചെയ്യുന്നതാണ്. സോ സം ആറ്റംസ് such as കോപ്പർ, സിൽവർ, അലൂമിനിയം, അതിനെയൊക്കെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടറിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിലൂടെ കറണ്ട് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്നത്. വേറൊരു കാറ്റഗറി ഉണ്ട്, അതിലാണെങ്കിൽ വളരെ കുറച്ച് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി വേറൊരു കാറ്റഗറി ആണെങ്കിലോ, സെമി കണ്ടക്ടറിന് എക്സാമ്പിൾസ് സിലിക്കൺ, ജർമേനിയം പോലെയുള്ളതാണ്. നമ്മൾ ഇനി ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. വേറൊരു കാറ്റഗറി ഉണ്ട് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിൽ നിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് അത് ചാർജിനെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യത്തേയില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് വരാം. So an electric effort required to drift the free electrons in one particular direction in a conductor is called electromotive force or EMF. ഇത് നമുക്കൊരു കണ്ടക്ടർ ആണ് നോക്കാം. This is a conductor. Okay, ഈ കണ്ടക്ടറിനെ നമ്മളൊരു ഇലക്ട്രിക് സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഈ ഇലക്ട്രിക് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് കാരണം ഇലക്ട്രിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൽ കണ്ട ഈ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? തിരിച്ചിലേക്ക് വരും. നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പറയുന്നതെങ്കിലും സാധാരണ പറയുന്നത് ഇതുപോലെയാണ്. നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. നമ്മൾ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും
പോസിറ്റീവ് ടു നെഗറ്റീവ് എടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ നോർമലി എടുക്കുന്ന നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് കറണ്ട് ഫ്ലോ എങ്കിലും we will take the direction of conventional current as positive to negative. ഈ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. So an electric effort required to drift the free electrons in one particular direction in a conductor is called electromotive force. Okay. ഇനി ചാർജ് എന്താണ്, കറണ്ട് എന്താണ്, അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. The charge is considered as the quantity of electricity. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. The excess or deficit of electron in a body is called a charge. അപ്പോൾ നമ്മൾ ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ കൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള എക്സസ് ഉള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉള്ള ഇലക്ട്രോൺസ് ഒരു ബോഡിയിലുള്ളതിനാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. സാധാരണ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, മൈന്യൂട്ട് ആണ്. ദ യൂണിറ്റ് ഓഫ് ചാർജ് ഇസ് കോൾഡ് കൂളംബ്. കൂളംബ് ഈ പേര് ഓർക്കുന്നത്. ബേസ് യൂണിറ്റ് ഓഫ് ചാർജ് ഇസ് കോൾഡ് കൂളംബ്. ഓക്കെ, സോ ദ യൂണിറ്റ് ഓഫ് ചാർജ് ഇസ് കൂളംബ്. 1 കൂളംബ് ഇസ് 6.24. ഇത് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പഠിക്കും. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ പ്രീ റിക്വസൈറ്റിൽ വരുന്നതായതുകൊണ്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 6.24 into 10 raised to 18 electrons ആണ് 1 coulomb charge ഉണ്ടാവുക. So the magnitude of the force is depending on the charge of each particle. The magnitude of the force is inversely proportional to the square of the distance between. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസിന് സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചാർജ് ആണ് ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞു. ഒരു കൂളംബ് ചാർജിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6.24 into 10 raised to 18 electrons. So the charge is considered as the quantity of electricity. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ക്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യൂ ഉണ്ടായിരിക്കും. അപ്പൊ സിമ്പിൾ നമ്മൾ ഇനി അങ്ങോട്ട് അങ്ങനെയായിരിക്കും പറയുന്നത്. Let electric circuit move electrical charge around so that useful work is accomplished. These moving charges generate an electric current that is denoted as I or I. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയല്ലേ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഐ അല്ലെങ്കിൽ സ്മോൾ ഐ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എടുക്കുമ്പോൾ സ്മോൾ ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, if q of t amount of charge at a specific point in space at time t, then the current passing through this point equals the first time derivative of q. ഇത് പെട്ടെന്ന് കിട്ടണമെന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചത്, ചാർജ് കറണ്ട് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ വെച്ചിട്ട് ആ പോയിന്റിലേക്ക് ഒരു ഡെഫിനറ്റ് ടൈം ടിയിലേക്ക് കടന്നു പോകുന്ന ചാർജുകളുടെ എണ്ണം, അതാണ് എന്ത്? കറണ്ട്. സോ ബേസിക്കലി നമ്മുടെ കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എ. കാരണം ആംപിയറിന്റെ പേരിലാണ് നമ്മൾ ആ യൂണിറ്റ് അറിയപ്പെടുന്നത്. യൂണിറ്റ് ഓഫ് കറണ്ട് ഇസ് ഇൻ ആംപിയർ ആൻഡ് ഡിനോട്ടഡ് വിത്ത് അബ്രിവിയേഷൻ എ, ക്യാപിറ്റൽ എ. സ്മോൾ എ അല്ല, ക്യാപിറ്റൽ എ. അപ്പോൾ 1 ആംപിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു I is equal to Q by T ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം 1 ആംപിയർ ഈക്വൽസ് 1 കൂളംബ് ഓഫ് ചാർജ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഇൻ സ്പേസ് ഓവർ 1 സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു കൂളംബ് ചാർജ് പാസ് ചെയ്ത് അതിന് 1 ആംപിയർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സോ dQ by T ആണ്. Q is coulomb and T is second. So ഒരു കൂളംബ് ചാർജ് passed in a 1 second is called as 1 ampere. In other words, 1 ampere equal 1 coulomb per second. 1 coulomb per second. പണ്ടത്തെ യൂണിറ്റ് ആയിരുന്നു coulomb per second. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആംപിയർ. എസ് ഐ യൂണിറ്റിൽ ആംപിയർ ആണ് യൂസ് ചെയ്യുന്നത്. 1 ampere equals 1 coulomb of charge passing through a point in space over 1 second. So the dQ by dt, rate of change of charge in definite time, is called as current. So charge alla current. So I is equal to Q by T ampere. ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജ്. ഈ Q എന്ന് പറയുന്നത് കണ്ടോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന Q എന്ന് പറയുന്നത് കണ്ടക്ടറിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എത്ര Q വരുന്നു ഒരു പോയിന്റിലൂടെ ഇൻ എ ഡെഫിനിറ്റ് ടൈം, അതാണ് നമ്മൾ കറണ്ട് ആയിട്ട് ഇപ്പം പറയുന്നത്. അപ്പൊ കറണ്ട് എന്താണെന്ന് മനസ്സിലായി, ചാർജ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്.
നമുക്ക് രണ്ട് സിമിലർലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാണെന്ന് ചോദിക്കാം. ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ്, രണ്ട് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെന്ന് വെച്ചാൽ ഈക്വൽ ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യാൻ നമുക്കറിയാം. ദിസ് മീൻസ് every charged particle has a tendency to do work. This ability of a charged particle to do work is called as electric potential. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിപ്പിൾ ചെയ്ത് പോകാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ഇത് എല്ലാ ചാർജിനും ഉണ്ട്, രണ്ട് നെഗറ്റീവ് ചാർജ് വെച്ചാലും ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് 1 വോൾട്ട് if 1 joule of work is done in bringing a unit positive charge, that is positive charge of 1 coulomb from infinity to that point. അപ്പോൾ ഞാൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്ത് വയ്ക്കുമ്പോൾ അത് റിപ്പിൾ ചെയ്യുമ്പോൾ എടുക്കുന്ന വർക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു ഇൻഫിനിറ്റ് പോയിന്റിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് 1 വോൾട്ട് ആണ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് EMF 1 അങ്ങനെ എടുക്കുന്നതിനെയാണ് 1 വോൾട്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. EMF-നെയും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് മോട്ടിവേറ്റ് ചെയ്ത് ഈ ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്ന ഫോഴ്സ് എന്താണോ അതിനെ നമുക്ക് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF-ന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. വോൾട്ടയുടെ പേരിൽ വന്നതാണ് യൂണിറ്റ്, അലക്സാണ്ടർ വോൾട്ടയുടെ പേരിൽ. നമുക്ക് അതിനെ വോൾട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ വി എന്ന് പറയാം. അപ്പൊ ഒന്നുകൂടെ പറയാണ്, when work done is 1 joule and the charge moved is 1 coulomb, the potential is called 1 volt. അപ്പൊ ഇതാണ്, ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. when work done is 1 joule and a charge moved is 1 coulomb, the potential is called 1 volt. അപ്പോൾ മാത്തമെറ്റിക്കലി പറയുകയാണെങ്കിൽ it is V is equal to W work by charge. V is equal to work by charge. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ V is equal to W by Q വോൾട്സ് ആണ് നമുക്ക് വന്നത്. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the difference between the electric potential at any two given points in a circuit is known as potential difference. ഇത് ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറയുന്ന A എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. എയുടെ വോൾട്ടേജ് V1 ഉം ബിയുടെ വോൾട്ടേജ് V2 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം V1 ഡിഫറൻസ് V2 എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെ പഠിക്കുന്നതിൽ പ്രശ്നമല്ലല്ലോ. അപ്പൊ അതാണ് ഏറ്റവും എളുപ്പമായിട്ട്. അപ്പൊ രണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ രണ്ട് പൊട്ടൻഷ്യൽ വെച്ചിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ രണ്ടും വിയില വോൾട്ടേജിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഡിഫറൻസ് വോൾട്ടേജിലല്ലേ കിട്ടൂ. സോ ദ സിമ്പിൾ ആൻഡ് ദ യൂണിറ്റ് ഇസ് വോൾട്ടേജ് ഇറ്റ്സെൽഫ്. വി കൊണ്ട് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഒരെണ്ണം ഹയർ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു, ഒരെണ്ണം ലോവർ പൊട്ടൻഷ്യൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് അറിയാം ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്തായിരിക്കും? ഫ്ലോ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഒരു 5 വോൾട്ടേജിന്റെ ഒരു ബാറ്ററി ഇരിക്കുന്നു, ഒരു 3 വോൾട്ടേജിന്റെ ബാറ്ററി ഇരിക്കും. ദാറ്റ് മീൻസ് there is a flow of current, there is a flow of electrons from the 5 volt voltage to the 3 voltage cell. അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഓൾസോ ഇൻ വോൾട്ട്. ഇനി നമുക്ക് ഇന്ന് കമ്പയർ ചെയ്യാം EMF-ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് എ സെൽ ഓർ എ ബാറ്ററി. അത് ഓപ്പൺ സർക്യൂട്ട് ആയാലും സാധിക്കും. സോ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് അവിടെ പറയുന്നത്. അത് ഓപ്പൺ സർക്യൂട്ടിലായാലും പറ്റും. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിലോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ആണ്. സോ ഇറ്റ് വിൽ ഹാപ്പൻ ഓൺലി ഇൻ എ ക്ലോസ് സർക്യൂട്ട്. The terms is used strictly for the source of supply of electricity. അതായത് നമുക്കൊരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു ഡൈനാമോയുടെ ഔട്ട്പുട്ട് പറയാനാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പറയണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സർക്യൂട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ബിറ്റ്വീൻ എനി 2 പോയിന്റ്സ് ഇൻ ദ സർക്യൂട്ട്. കറണ്ട് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. It does not depends upon the resistance of the circuit. Electromotive force in circuit resistance open circuit ഇരുന്നാലും ബാറ്ററിയുടെ വോൾട്ടേജ് സെയിം 1.5 വോൾട്ടേജ് ആണെങ്കിൽ അത് അത്രയും തന്നെ കാണിക്കും. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്ലോസ് സർക്യൂട്ടിലാണ് സംഭവിക്കുന്നത്. സോ അവിടെ റെസിസ്റ്റൻസിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ ഉണ്ടാവും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is proportional to the resistance between 2 points. It exists even when
the circuit is not closed. നേരത്തെ പറഞ്ഞാണ് ക്ലോസ്ഡ് അല്ലെങ്കിൽ നടക്കും, ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ നടക്കും. It is greater than the potential difference between any two points of a conductor. It is always less than EMF. ഇത് ഡ്രോപ്പ് കഴിഞ്ഞ് വരുന്ന ആയതുകൊണ്ട് ഇത് എപ്പോഴും EMF-നേക്കാളും കുറവായിരിക്കും. വോൾട്ടേജ് തന്നെയാണ് രണ്ടും മെഷർ ചെയ്യുന്നത്. It is a cause of current in the circuit. It is the effect of current in the circuit. ഇത് കറണ്ട് കൊണ്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇത് കറണ്ടിന് കാരണമാണ്. It is due to the conversion of chemical energy. നമ്മൾ ബാറ്ററിക്കകത്ത് കെമിക്കൽ എനർജി ആണെന്ന് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഈ EMF ഉണ്ടാകുന്നത്. ഇതെന്ന് പറയുന്നത് പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന ഫോൾ കൊണ്ട്, റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന IR ഡ്രോപ്പ് കൊണ്ട് ഉണ്ടാകുന്നതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിലൊരു 5 പോയിന്റ് നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ കമ്പാരിസൺ ചോദിക്കുമ്പോൾ എപ്പോഴും ടാബ്ലേറ്റ് ചെയ്ത് തന്നെ എഴുതുക. ടാബ്ലേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റൂ. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ടാബ്ലേറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ടേം റെസിസ്റ്റൻസ്. നമ്മൾ ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാണെന്ന് വയ്ക്കുക. കറണ്ട് പാസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് പല മെറ്റീരിയലും പല രീതിയിലാണ് ഈ കറണ്ടിനോട് ബിഹേവ് ചെയ്യുന്നത്. ചില സമയത്ത് പെട്ടെന്ന് കടത്തി വിടും, ചില സമയത്ത് തടഞ്ഞു നിർത്തും. ഈ തടഞ്ഞു നിർത്തുന്നതിനാണ് നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. So the opposition offered by a substance to the flow of electric current is called its resistance. ഇത് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ മോഷൻ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ അനലോഗസ് ആണെന്ന് പറയാം. So it is also known as electric friction. Electric resistance of an object is a measurement of its opposition to the flow of electric current. Opposition to the flow of electric current. So it is also called electric friction. And point ഓർത്തോളൂ. The reciprocal of quantity of quantity, അതായത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ഇലക്ട്രിക് കണ്ടക്ടൻസ് എന്ന് പറയാറുണ്ട്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് എത്ര എളുപ്പത്തിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇലക്ട്രിക് കണ്ടക്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി. ഈ പാത്തിലൂടെ നോക്കൂ, ഈ പാത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എളുപ്പത്തിൽ വെള്ളം കടന്നു പോകുന്നു. ഈ പാത്തിലാണെങ്കിൽ ഇതേ ഒരു ബെൻഡ് ഉണ്ട് അല്ലെ, ഇവിടെ രണ്ട് ബെൻഡ് ഉണ്ട്. അപ്പൊ കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് തടഞ്ഞു നിർത്തുകയാണ്. സോ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ റെസിസ്റ്റൻസ്, ലെസ് റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് ഫ്ലോ ഉണ്ടാവും, കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ഫ്ലോയുടെ അളവ് കുറവായിരിക്കും. ഇനി നമുക്ക് ലോസ് ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാം. ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത് 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കണം. 5 കാര്യങ്ങളുണ്ട്. there are 5 മേജർ പോയിന്റ്സ്. എന്നാൽ നമുക്ക് അതിൽ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു കണ്ടക്ടർ ആണെന്ന് വയ്ക്കാം. അത് കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ആണ്. ഇത് ലെങ്ത് ആണ്, ഇത് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. സോ R എന്ന് പറയുന്നത് proportional to length of the conductor and area, inversely proportional to the area of cross section. So resistance is proportional to a length of the conductor as well as inversely proportional to the area of cross section. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? R is proportional to L by A എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കും. അതിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. എന്ത് പറയും? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, സോ റെസിസ്റ്റൻസ് is directly proportional to the length, inversely proportional to the cross sectional area, depends upon the nature of material. കോപ്പറിൻ്റെതായിരിക്കില്ല അലൂമിനിയത്തിൽ, അലൂമിനിയത്തിന്റെ ആയിരിക്കത്തില്ല ഗോൾഡിന്റെ ആയിരിക്കത്തില്ല സിലിക്കൺ. അപ്പോൾ varies depending upon the material. Also it depends upon the temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൂടും. തെർമോണിക് ആയിട്ടുള്ള ആക്ഷൻസ് കാരണം കൂടുതൽ മൂവ്മെന്റ് ഓഫ് ഫ്ലോ ഉണ്ടാവും. സോ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ റെസിസ്റ്റിവിറ്റിക്ക് പറയുന്ന യൂണിറ്റ് ഓം മീറ്ററിലാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ഓഫ് resistivity is ohm meter. Basically rho L by A, where rho is the resistivity in ohm meter, L is the length in meter, and A is the area of cross section in meter square. ഇനി ഓംസ് ലോ ആണ് അടുത്ത് പറയാനുള്ളത്. ഓംസ് ലോ എളുപ്പത്തിൽ പഠിക്കാനായിട്ടാണ് ഈ ട്രയാങ്കിൾ വരച്ചേക്കുന്നത്. ഓംസ് ലോ പറയുന്ന ഇതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഡബിൾ കോട്ട്സ് ഓർത്തോള്, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ച് എന്ത് പറ്റും?
എന്ത് പറ്റും, റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാവും, അതായത് ഇലക്ട്രോണിന്റെ ഫ്ലോ വേരി ചെയ്യും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം തന്നെ പറഞ്ഞ് ഓംസ് ലോ, ജോർജ് സൈമൺ ഓം പറഞ്ഞത് എന്താണ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ആൻഡ് ഇൻവേഴ്സ്ലി directly proportional to current. അത്രയും നമ്മുടെ ഓംസ് പറഞ്ഞുള്ളൂ. ഇറ്റ് ഈസ് I is proportional to V. I is proportional to V. Where R is called proportionality constant. അപ്പോൾ നമുക്ക് ഇവിടെ ഇതും കൂടെ എഴുതാം. I is okay. So V is proportional to I, or V is equal to R into I. So proportionality constant പേര് R അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഇതിനെ ഞാൻ ഒരു ട്രയാങ്കിളിന്റെ അകത്താക്കി. ഈ ട്രയാങ്കിൾ VIR ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. VIR ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ V ആണ് വേണ്ടതെന്ന് നോക്കിയാൽ Vനെ ഞാൻ അങ്ങ് ക്ലോസ് ചെയ്തു, V അങ്ങ് വെട്ടി, ബാക്കി എന്നുള്ള V is equal to I into R. എളുപ്പമല്ലേ? V is equal to I into R. or I ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചോ, it is V by R. or R ആണ് വേണ്ടതെന്ന് വെച്ചോ, R ആണ്, it is V by I. സോ എളുപ്പത്തിയ ഫോർമുലാസ് പഠിക്കാനായിട്ട് എളുപ്പമാണ്. സോ 3 ഫോർമുലയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ട്രയാങ്കിൾ മാത്രം പഠിക്കുക. V is equal to IR, I is equal to V by R and R is equal to V by I. എളുപ്പമല്ലേ? സോ ഓംസ് ലോ അത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഇതിൽ വരുന്ന ഡൗട്ട് ചാർജും ഇല്ലെങ്കിൽ കറണ്ടും തമ്മിലുള്ള വേരിയേഷനിൽ ഉണ്ടാവാം. അത് നമുക്ക് ഈ നോട്ടുകളിലൂടെ പോകുമ്പോൾ ക്ലിയർ ആയി കിട്ടും. പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വേരിയേഷൻ. ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ബാക്കി റെസിസ്റ്റൻസും ഓംസ് ലോ ഒക്കെ വളരെ എളുപ്പമാണ്. ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. ഒന്നുകൂടെ നമ്മൾ അതിനെ ബ്രഷപ്പ് ചെയ്തെടുക്കുകയാണ്, പഴയ കാര്യങ്ങളൊന്ന് ഓർക്കുകയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഈ പാർട്ടിൽ ചെയ്ത്. അടുത്ത മോഡ്യൂളിൽ നമ്മൾ വരുമ്പോഴത്തേക്കും റെസിസ്റ്റൻസിന്റെ സീരീസും പാരലൽ കോമ്പിനേഷൻസ്, അതുപോലെയുള്ള കപ്പാസിറ്റർ, ഇൻഡക്ടർ, വർക്ക്, പവർ, എനർജി പോലെയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.